നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പവിത്രൻ സാറേ, ചാഞ്ഞു കിടക്കുന്ന തെങ്ങിൽ ഓടിക്കേറല്ലേ. എനിക്കിവിടെ അഭിപ്രായമൊന്നും പറയാനില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്ന് കരുതി എനിക്ക് നിങ്ങളുടെ മോളുടെ മുറിയിലേക്ക് കയറി അവിടെ നിന്നൊന്നും എടുത്തുകൂടാന്നൊന്നും ആരും വിലക്കിയിട്ടില്ല. എനിക്ക് സഹിക്കാൻ വയ്യാതെ വയറുവേദന കൊണ്ട് പൊളയുകയാ. മരിച്ചു പോവെന്നൊക്കെ രൂപേഷേട്ടനോട് പറഞ്ഞു കൊടുത്ത സ്നേഹമുള്ള സാറല്ലേ. ഇതേ അതിന് കഴിക്കാനുള്ള ഗുളികയാ. ഇനി എന്തെങ്കിലും അറിയണോ? ഇത്രയും പറയാൻ ഇവളിങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന എന്തിന്? മതി പറഞ്ഞു പറഞ്ഞു. നീ കുപ്പി എറിഞ്ഞു പൊട്ടിച്ചും തള്ളിയിട്ടും ആരും ആരെയും ആശുപത്രിയിലാക്കണ്ട. ഇവിടെ നിർത്തിക്കോണം സംസാരം. പവിവ, താലിത. എന്തായിരിക്കും ആ പെട്ടിയിൽ? പൊട്ടാത്ത ടൈം ബോംബും കയ്യിൽ വെച്ച എല്ലാവരുടെയും മുന്നിൽ പെട്ടത്. പവിത്രൻ സാറിനോട് അങ്ങോട്ട് കയറി ദേഷ്യപ്പെട്ടതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. ശ്രേയസ് ട്രിപ്പും വലിച്ചെറിഞ്ഞ് ഓടിപ്പോയത് എങ്ങോട്ടായിരിക്കും? ഇനി എങ്ങാനും അബദ്ധം വല്ലതും കാണിക്കുവോ? അതോ അബോഷനെക്കുറിച്ച് ഏതെങ്കിലും ഡോക്ടറോട് ചോദിക്കാനാണോ? രണ്ടായാലും അത് കണ്ടെത്തി തടഞ്ഞേ പറ്റൂ. എവിടെ പോയെന്ന് കണ്ടെത്തണം. അതിനു മുൻപ് ഈ സ്ട്രിപ്പ് ആരും കാണാതെ സൂക്ഷിച്ചു വെക്കണം. എന്താ ടെൻഷനോ? എന്ത് ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അത്യാവശ്യമായിട്ട് ഡോക്ടറെ ഒന്ന് കാണണം. വേണ്ട വേണ്ട, ഇത് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യമാണ്. കുട്ടികളൊന്നും അറിയേണ്ട കാര്യമല്ല. ഞാനൊന്ന് ഫ്രഷായിട്ട് പോയിട്ട് വരാം. അമ്പലത്തിൽ താലി പൂജിക്കണമെന്നും എന്നോട് ഒരുങ്ങാനും പറഞ്ഞിട്ട് അമ്മ എന്ത് പണിയായി കാണിച്ച്? ആ താലി എടുത്ത് സുമംഗലാന്റിയുടെ കയ്യിൽ കൊടുത്തു. അതിന്റെ എന്ത് ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നേ? ഞങ്ങളുടെ കല്യാണത്തിന് താലി പൂജിക്കാൻ കൊടുക്കേണ്ടത് ഞങ്ങളല്ലേ? എന്നിട്ട് ഒപ്പം ചെല്ലാന്ന് പറഞ്ഞപ്പോ എന്നോട് ചാടിക്കേറി വരണ്ടെന്ന് പറയാൻ അവരാരാ? നിഖിലേട്ടനെ കൂട്ടി പോവാന്ന് പറഞ്ഞിട്ട് അതും വേണ്ടാന്ന്. എങ്ങനെ ഈ കല്യാണം മുടക്കാന്ന് ചിന്തിച്ചോണ്ട് നടക്കുന്ന പവിത്രനെങ്കിലിനെ കൂട്ടി പോയേക്കുന്നു. വെറുതെ നീ എന്നെ കൊണ്ട് പഴയ കാര്യങ്ങളൊന്നും പറയിപ്പിക്കരുത്. നീ ചെയ്തു കൂട്ടിയതിനൊക്കെ തിരിച്ചടി കിട്ടാതിരിക്കൂ. ഒന്നും ആർക്കും മനസ്സിലാവില്ലെന്നാ നിന്റെ വിചാരം. നാണും മാനും ഇല്ലാതെ നിഖിലിന്റെ മുറി കയറി ആദ്യ രാത്രി നാടകം കളിച്ചല്ലേടി നീ ഈ കല്യാണം ഒപ്പിച്ചെടുത്തേ. ഏട്ടത്തി വാശി പിടിച്ചില്ലായിരുന്നെങ്കി ഇപ്പൊ ഈ കല്യാണം നടക്കുമായിരുന്നോ? ഏട്ടത്തി ഒറ്റ ഒരാളുടെ തീരുമാനാ. അല്ലെങ്കിൽ തന്നെ എനിക്ക് നിഖിലിനെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ഈ മരുവത്തൂർ കുടുംബത്തിന്റെ പേര് നശിപ്പിക്കാനായിട്ടുണ്ടായവളാ നീ. 2-3 കൊല്ലം എവിടേക്കോ പോയി തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് തിരിച്ചു വന്നപ്പോ
നിന്നെ പിടിച്ചു കയറ്റിയത് ഏട്ടത്തിയാ. അത് നീ മറക്കണ്ട. അല്ല, നിനക്കേ നിഖിലിനെ പോലെയുള്ള ഒരുത്തനെ കെട്ടാനുള്ള യോഗ്യതയേ ഉള്ളൂ. പുറത്തേതെങ്കിലും നല്ല കുടുംബത്തിന്ന് ഒരാലോചന വരുവോ? ഏട്ടത്തി താലി പൂജിച്ചോണ്ട് വരാമെന്ന് ഏറ്റത് തന്നെ ആ മനസ്സിന്റെ അത് വലിപ്പം. മനസ്സിന്റെ വലിപ്പാണോ അതോ വല്ല കുരുക്കാണോന്ന് ആർക്കറിയാം? പവിത്രങ്ങളിനെ കൂട്ടി പെട്ടിയും ചുമന്നിട്ടുള്ള പോക്കെ അത്ര പന്തിയായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സുമംഗല ചേച്ചി എന്ത് ചെയ്താലും അതിലൊരു ദുരൂഹത കാണും. ചേച്ചി പൂജിക്കുന്ന താലി ഏതായാലും വീണയുടെ കൊലക്കയറാവാതിരുന്നാ മതി. ഗിരിജെ, മുറി ഉണങ്ങി ഒറ്റ പിടിച്ച് വരുന്നതേ ഉള്ളൂ. അതിനെ കുത്തിയിളക്കി പഴുക്കാനിടയാക്കരുത്. നീ ഈ കുടുംബത്തോട് ചെയ്തതൊന്നും മറ്റാരും ഈ കുടുംബത്തോട് ചെയ്തിട്ടില്ല. ഇപ്പോ ദർശനയും രൂപേഷ് മോനെയും തെറ്റിച്ചതിന് പിന്നില് നിന്റെ കുതന്ത്രാണോന്ന് എനിക്ക് സംശയമുണ്ട്. അതേന്ന് വെച്ചോ, ആ ദർശന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലേ ഈ കുടുംബത്തിനൊരു മേൽഗതിയുള്ളൂ. കൂടും കുടുക്കയായി ഇറങ്ങിപ്പോവാൻ തുടങ്ങിയപ്പോ അവളെ കല്യാണം കഴിഞ്ഞ് പോയാ മതിയെന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയത് അമ്മയും മോളും കൂടിയല്ലേ? അനുഭവിച്ചോ? താലി പൂജിക്കാൻ നിങ്ങളെ കൊണ്ടുപോകണ്ടെന്ന് തീരുമാനിച്ചതിന് പിന്നിലും ദർശനയാ. കണ്ടില്ലേ, ചുട്ട ചീനി വിഴുങ്ങിയതുപോലുള്ള ആ നേരത്തെ അവളുടെ നിൽപ്പ്. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള സംസാരവും. ഇനി കല്യാണവും പുളികുടിയും നിന്റെ കന്നിപ്പേറും എടുത്തിട്ട് പോയാ മതിയെന്ന് പറഞ്ഞു നോക്ക്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടാ മതി, പെട്ടിയും കിടക്കയും എടുത്തോണ്ട് തിരിച്ചിങ്ങോട്ട് കയറും. ദർശന വാലിൽ തീ പിടിച്ച പോലെ സ്കൂട്ടർ എടുത്ത് കൂടെ പോയിട്ടുണ്ട്. എന്റെ സംശയം ആ സുമംഗല ചേച്ചിയും ദർശനയുമായിട്ട് ഒത്തുകളിക്കുകയെന്ന്. നീ പിന്നാലെ അങ്ങ് പോരെന്ന് പറഞ്ഞു കാണും. പാവം പവിയേട്ടൻ അവരുടെ പെട്ടിയും തൂക്കിക്കൊണ്ട് കൂടെ പോവുകയും ചെയ്തു. അക്കാര്യത്തിൽ മാത്രം എനിക്ക് സംശയം. പവിത്രങ്ങൾ കൂടെ പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു പേടിയും തോന്നില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ആ താലി മിക്കവാറും പൂജിക്കാനല്ല, അത് നിന്റെ തൂക്കുകയറാവൂടി. പോണ വഴിക്ക് താലി വല്ല തോട്ടിലും വലിച്ചെറിയാണ്ടിരുന്ന നിന്റെ ഭാഗ്യം. പവിയേട്ടന് വല്ല കാര്യമുണ്ടോ? ആ പെട്ടി ഇങ്ങ് തന്നിട്ട് പോവാൻ ഞാൻ പറഞ്ഞതാ. അപ്പം മുതലേ പെട്ടി പെട്ടിന്ന് നീ പറയുന്നുണ്ടല്ലോ, എന്താടി അതിനകത്ത് വല്ല നിധി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഈശ്വര, വെറുതെ പെട്ടിയുടെ കാര്യം എടുത്ത് പറയണ്ടായിരുന്നു. എങ്ങനെ പറയാതിരിക്കും? ഇത്രയും വലിയ മുതല് ചുമ്മാ നടക്കി വെക്കാന്ന് പറഞ്ഞ. ആ ഉണ്ട്, ഒലക്കമൂട്. അത് പൊഴുകി വെച്ചിരിക്കുക. അല്ല പിന്നെ അറ്റ്ലീസ്റ്റ് അമ്മയെങ്കിലും ഒന്ന് കൂടെ പോയിരുന്നെങ്കിൽ. എന്തോ എനിക്കൊരു പേടി പോലെ. കല്യാണം മുടക്കാൻ ഇവർക്ക് കൂടി എന്തെങ്കിലും ചെയ്യുന്ന. സുമംഗലെ കൊല്ലാൻ തോക്കെടുത്തപ്പോ പലരും എന്നെ അവിടെ വെച്ച് കണ്ടതാ. സുമംഗലയ്ക്ക് ഏതായാലും മനസ്സിലായി കഴിഞ്ഞു. ഇനിയും വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് അവൾ കൊല്ലപ്പെടണം. ഇന്നതിന് പറ്റിയ അവസരമാണ്. പവിത്രൻ അവരെയും കൊണ്ട്